ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ അപ്‌വർക്കിന്ന് അപ്‌വർക്കിൽ വരുന്ന ഏർണിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത്. അതായത് എങ്ങനെയാണ് ഏർണിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ വിത്ഡ്രോ ചെയ്യുന്നതെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതധികം അറിയേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആകെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അപ്‌വർക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഒക്കെ ആഡ് ചെയ്യാം അപ്‌വർക്ക് അക്കൗണ്ടിലോട്ട് കുറേ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മിനിമം ഒരെണ്ണമെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനുള്ള റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ മാനേജ് ഫൈനാൻസ് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് പോവുക. എന്നിട്ട് അതിൻ്റെ താഴെ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻവോയ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പേജിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും കാണാൻ പറ്റും. ഇതുവരെ പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളിപ്പോൾ ഫ്രീലാൻസർ പ്ലസ് മെമ്പർഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് പേയ്മെൻ്റ് എല്ലാം അവിടെ കാണാം. അതുപോലെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു $752.52 ഉണ്ട്. അതുപോലെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് $594.67 കിടക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ 752 എനിക്കിപ്പോൾ വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ എമൗണ്ട് എനിക്കിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഈ 594.67 എന്നുള്ള പെൻഡിങ്ങിൽ കിടക്കുന്നതാണ്. അത് കുറച്ച് ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്കത് അവൈലബിൾ ബാലൻസിലോട്ട് വരാൻ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 594 ഇപ്പുറത്തെ ഒരു പെൻഡിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. കാരണം അത് പെൻഡിങ്ങിലാണെന്നുള്ളതാണ്. 752ൻ്റെ ഇപ്പുറത്ത് അതില്ല, അതായത് അതെനിക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 752ൻ്റെ ഇപ്പുറത്തായിട്ട് ഏർണിങ്സ് ഫോർ ഏപ്രിൽ 14 ടു ഏപ്രിൽ 20, അതായത് ഈ ഒരു ടൈം പീരീഡിൽ കിട്ടിയ ഏർണിങ്സ് ആണ് എനിക്ക് $752 എന്നുള്ളത്. ഇത് ഒരു ഹവർലി പ്രൊജക്റ്റാണ്, അതായത് ഓരോ ഹവറിന് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു വീക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 ടു 20 ആണ്. ഏപ്രിൽ 14 ടു 20. ഇന്ന് ഏപ്രിൽ 30-ാം തീയതിയാണ്. അപ്പോൾ 20-ാം തീയതി വരെ എനിക്ക് കിട്ടിയ ഏർണിങ്സ് ആണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏപ്രിൽ 21 ടു 27 ആണ്. അത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെയാണ്. അപ്പോൾ അതെനിക്ക് മെയ് 7-ാം തീയതി മാത്രമേ വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് 27-ാം തീയതി കഴിഞ്ഞിട്ട് 10 ദിവസം, 27-ാം തീയതി മുതൽ 10 ദിവസം അങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ഏപ്രിൽ 20 വരെ ആയതുകൊണ്ട് ഏപ്രിൽ 20 മുതൽ 10 ദിവസം അങ്ങനെയാണ് അവർ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഏപ്രിൽ 30-ാം തീയതി നമുക്കത് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് വരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 20 വരെയുള്ള നിങ്ങളുടെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏപ്രിൽ 21-ാം തീയതി, അതായത് 21-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് വരും. അതായത് നിങ്ങളുടെ ഇത്ര മണിക്കൂറെല്ലാം അപ്‌വർക്ക് കറക്റ്റായി കാൽക്കുലേറ്റ് ചെയ്യും, എത്ര എമൗണ്ട് കിട്ടാനുള്ളതെല്ലാം പറയും. എന്നിട്ട് അതൊന്ന് ഫൈനലൈസ് ചെയ്യും. അതായത് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 21, അതായത് 20-ാം തീയതി കഴിഞ്ഞ് പിറ്റേ ദിവസം 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഉച്ചയ്ക്ക് 12 മണി എന്ന് പറഞ്ഞാൽ UTC 12 PM ആണ്. അപ്പം നമ്മുടെ ഒരു 5.5 മണിക്കൂർ കൂടി കഴിയും. അപ്പോൾ ഒരു അതായത് ഏപ്രിൽ 21 തിങ്കളാഴ്ച ഒരു 5:30 വൈകിട്ട് ഒരു 5:30 ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടും. അതായത് നമ്മുടെ ആ ഒരു ഫൈനലൈസ് ചെയ്യും. നമുക്ക് കിട്ടിയ നമ്മൾ വർക്ക് ചെയ്ത മണിക്കൂറും നമ്മുടെ ഹവർലി റേറ്റ് ഒക്കെ വെച്ചിട്ട് ഫൈനലൈസ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് ഏപ്രിൽ 21 മുതൽ ഏപ്രിൽ ആ ഒരു വെള്ളിയാഴ്ച വരെ ക്ലയൻറ്റിന് റിവ്യൂ ചെയ്യാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് മാത്രമേ ക്ലയൻറ്റിന് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആ പേയ്മെൻറ്റ് ക്ലയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ പൈസ വരും. പൈസ വന്നു എന്ന് പറഞ്ഞാൽ അപ്‌വർക്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. അതായത് അത് പിന്നെ പെൻഡിങ് ബാലൻസ് കിടക്കും. പിന്നെ ഒരു 10 ദിവസം, അതായത് ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 20 മുതൽ 10 ദിവസം, ഏപ്രിൽ 30 വരെ പിന്നെ പെൻഡിങ് ബാലൻസ് എന്നുള്ളതിൽ കിടക്കും. എന്നിട്ട് പിന്നെ 30-ാം തീയതി നമുക്കത് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് 10 ദിവസത്തെ ലോക്കിംഗ് പീരീഡിൽ പലതിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫ്രീലാൻസർ പ്ലസ് മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ ഫ്രീലാൻസർ പ്ലസ് അല്ല, നമ്മുടെ ടോപ്പ് റേറ്റഡ് ഫ്രീലാൻസർ ഒക്കെ ആണെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് വ്യത്യാസം വരും. അതായത് അപ്പോൾ നമ്മൾ ഈ 10 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ആ ഒരു ഇപ്പോൾ തിങ്കളാഴ്ച നമ്മുടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ, അതായത് പേയ്മെൻറ്റ് ഒക്കെ കാൽക്കുലേഷനൊക്കെ തിങ്കളാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ തന്നെ വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ക്ലയൻറ്റ് പൈസ നമുക്ക് നമ്മുടെ അപ്‌വർക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ
ആ വെള്ളിയാഴ്ച തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഏപ്രിൽ 20-ാം തീയതി കഴിഞ്ഞാൽ 21 തിങ്കൾ, 22, 23, 24, 25, 26-ാം തീയതി 26-ാം തീയതി വെള്ളിയാഴ്ച എങ്കിൽ 26-ാം തീയതി നമുക്കൊരു വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ടോപ്പ് റേറ്റഡ് ഫ്രീലാൻസറോ ടോപ്പ് റേറ്റഡ് പ്ലസ് ഫ്രീലാൻസറോ ഒക്കെ ആണെങ്കിൽ. ഇപ്പം ഞാൻ അതൊന്നുമല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഈ 10 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യണമെന്ന് പറയാം. ഇത് വിഡ്രോ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു പേജിലോട്ട് വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെയും കാണാം എത്രയാണ് അവൈലബിൾ ബാലൻസ് ഉണ്ട്, $752.52. അതുപോലെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് $594.67 കാണാം. എന്നിട്ട് ഇപ്പുറത്തായിട്ട് ലാസ്റ്റ് വിഡ്രോവൽ എത്രയായിരുന്നു എമൗണ്ട് എന്നൊക്കെ ഉണ്ട്. അതുപോലെ താഴെയായിട്ട് വിഡ്രോവൽ മെത്തേഡ്സിൽ 2 ബാങ്ക് അക്കൗണ്ട് കാണാം. ഒരെണ്ണം അതിൽ ഡീഫോൾട്ടായിട്ട് ഞാൻ ഡീഫോൾട്ടായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വിഡ്രോവൽ ഷെഡ്യൂൾ എന്നുള്ളത് അത് ഓട്ടോമാറ്റിക് വിഡ്രോവലിനാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഓട്ടോമാറ്റിക്കായി വിഡ്രോ ചെയ്യണമെങ്കിൽ എൻ്റെത് ഇപ്പോൾ ക്വാർട്ടർലി പേയ്മെൻ്റ് ആണ്. അതായത് ജൂൺ 30-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ $100 കൂടുതലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്വർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഈ ഓട്ടോമാറ്റിക് വിഡ്രോവൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് വിഡ്രോവൽ എന്നാൽ ഞാൻ ഏപ്രിൽ 23-ാം തീയതി ലാസ്റ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവിടെ 752 എന്നുള്ളത് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ ഗെറ്റ് പെയ്ഡ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഡ്രോവൽ മെത്തേഡ് സെലക്ട് ചെയ്യണം. എനിക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഞാൻ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും എത്രയാണ് വിഡ്രോവൽ ഫീ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മുഴുവൻ എമൗണ്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അതർ എമൗണ്ട് വിഡ്രോവൽ ഫീ എന്ന് പറഞ്ഞാൽ $0.99 ആണ്. അത് കഴിഞ്ഞ് ബാക്കി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 752 ആണെങ്കിൽ 0.99 കഴിഞ്ഞ് 751 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഇവിടെ നമുക്ക് അതർ എമൗണ്ട് എന്നുള്ളത് നമുക്ക് വേണ്ട എമൗണ്ട് 752 ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യണമെന്നില്ല, നമുക്ക് വേണ്ട എമൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ വിഡ്രോ ചെയ്യണില്ല, ഞാനൊരു $20 ബാക്കി വെച്ചിട്ട് ബാക്കിയാണ്, അതായത് $22 ബാക്കി വെച്ചിട്ട് 730 ആണ് ഞാൻ വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 730 0.99 പോയിട്ട് എനിക്ക് $729 ആണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് ഇന്നത്തെ USD ടു അത് US ഡോളർ ടു ഇന്ത്യൻ റുപ്പി എക്സ്ചേഞ്ച് റേറ്റ്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ 83.16 രൂപയാണ്, അതായത് ഒരു US ഡോളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 730 ഇൻറ്റു 83.16 ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും, അതായത് 60,706 രൂപയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എനിക്ക് കിട്ടുക ഇത്രയും വിഡ്രോ ചെയ്യുമ്പോൾ, $730 വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഈ എമൗണ്ടിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരും, കാരണം എന്ന് പറഞ്ഞാൽ ഈ എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ കാൽക്കുലേഷൻ 730 വെച്ചാണ് ചെയ്തത്. ശരിക്കും എനിക്ക് 729 കിട്ടുള്ളൂ. അപ്പോൾ ഒരു $1 കൂടി കുറവായിരിക്കും ആ ഒരു കാണിച്ചതിന്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ ആ $1 കുറവുണ്ടാവും. ഞാൻ ഗെറ്റ് പെയ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. വീണ്ടും ഒരു പാസ്വേഡ് വയ്ക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ചെയ്തു നമ്മുടെ വിഡ്രോവൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ $730 ആണ് വിഡ്രോവൽ കൊടുത്തത്. 0.99 വിഡ്രോവൽ ഫീ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് $729.01 എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റിൽ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളൊരു നോട്ടീസ് കാണാം നിങ്ങൾക്ക് ഇവിടെ. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഇപ്പോൾ അവൈലബിൾ ബാലൻസ് എന്നുള്ള ഞാൻ ബാക്കി വെച്ച $22 ഉണ്ട്. അതുപോലെ എൻ്റെ ആ ഒരു പെൻഡിങ് എന്ന് പറയാൻ 594 ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ലാസ്റ്റ് വിഡ്രോവൽ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം 729.01. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഇവിടെ കാണാം 11 മണിയാണ്, 11:04 ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കൊടുത്തുകൊണ്ട് മിക്കവാറും ഇന്ന് തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് കയറും, ഈ എമൗണ്ട് വരും. അല്ലെങ്കിൽ മാക്സിമം നാളെ 2 ദിവസത്തിലൊക്കെ എനിക്ക് മാക്സിമം വരാറുണ്ട്. ഇവർ 3 to 4 വർക്കിംഗ് ഡേയ്സ് ഒക്കെ പറയാൻ തോന്നുന്നു, പക്ഷേ എനിക്ക് 1-2 ദിവസത്തിന് വരാറുണ്ട്. അപ്പം മിക്കവാറും ഇത് ഇന്ന് വൈകിട്ട് തന്നെ വരും, അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുക പൈസ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്ന് വൈകിട്ടായപ്പോഴേക്കും എനിക്ക് ആ എമൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ആ സ്ക്രീൻഷോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതായത് 60,364 രൂപ എനിക്ക് അന്ന് 17/4 അതായത് 5/4 ആയപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കയറി. അപ്പോൾ നിങ്ങൾ ആ വർക്കിൽ ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറൊക്കെ
ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. എനിക്ക് ഇമെയിലിലും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.